ഗൾഫിലുള്ളവർക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി അയില പിച്ചിയത്. വേറൊന്നുമല്ല, അയിലേനെ നമ്മൾ വേവിച്ചിട്ട് ഒന്ന് അടർത്തി എടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നതാണ്. ഉണക്കമീൻ കൊണ്ടും ചെയ്യും. ഇത് ഞാൻ പച്ചമീനില്ലേ, ആ പച്ചമീൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കാണിച്ചു തരട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയ അയില എന്ന് പറഞ്ഞില്ലേ, അതിൽ 2 എണ്ണം മാത്രം ഞാൻ അന്ന് എടുത്തുള്ളൂ. ബാക്കി 2 എണ്ണം ഇത് ഞാൻ ഇതേപോലെ നന്നാക്കി എടുക്കണം. നമ്മൾ മീൻകറിക്ക് വേണ്ടി നന്നാക്കുന്ന പോലെ നന്നാക്കി എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചതിട്ട് കൊടുക്കുക. ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, എന്നിട്ട് 2 പച്ചമുളക്. ഇപ്പം ഞാൻ 2 അയിലയാണ് എടുത്തേക്കുന്നത്, അപ്പോൾ 2 പച്ചമുളക് മതി. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടപ്പത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇത് ഉപ്പിൽ വേവിച്ചെടുത്തിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. ഇതേപോലെ നല്ലോണം വേവുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കുഞ്ഞുള്ളി, ഇത്രയും സംഭവം എടുത്തിട്ടുണ്ട്. ഞാൻ നന്നാക്കിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ടതാണ്. ഒരു കുഞ്ഞ് സവാള എടുത്താൽ മതി കേട്ടോ. സവാള എടുക്കുമ്പോൾ നോക്കിയെടുക്കുക. ഉള്ളി ഒരു കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഒരു 10-20 ഉള്ളി എടുത്താലും കുഴപ്പമില്ലാവേ. ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പൊടികളായിട്ടും ചേർത്ത് കൊടുക്കും. ഇത് ഗൾഫിലുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് കൊടുത്തു വിടാൻ പറ്റിയതാണ്. നല്ലോണം തന്നെ ഫ്രൈ ആവണം, അത്രയും മാത്രം നോക്കിയാൽ മതി. ഞാൻ സവാള ഇതേപോലെ കുഞ്ഞു കുഞ്ഞാക്കിയാണ് അരിയണത്. എൻ്റെ ബ്ലേഡ് കത്തി ഇല്ലേ, ബ്ലേഡ് കത്തി ആണ്ടോ നല്ല ഫൈനായിട്ട് തന്നെ എനിക്ക് അരിഞ്ഞു കിട്ടണുണ്ടായേ. എത്രത്തോളം നമുക്ക് ചെറുതാക്കാൻ പറ്റും അത്രത്തോളം. ചോപ്പറിലിടണ്ട, നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ. ചോപ്പറിലിടുമ്പോൾ ചിലപ്പോൾ നല്ലോണം ഫൈനായിട്ട് അരഞ്ഞു പോണ പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇതിന് ഇങ്ങനെ മതി. നമ്മൾ നല്ലോണം തന്നെ നല്ല തിന്നായിട്ട് തന്നെ ഇതിനെ നുറുക്കിയെടുക്കുക. നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ നുറുക്കിയെടുക്കുക. പച്ചമുളക് അരിഞ്ഞപ്പോഴും ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞത്. അതും നല്ല ചെറുതാക്കി തന്നെയാണ് ഞാൻ അരിഞ്ഞെടുത്തത്. അതും അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കൂടുതലും വേണ്ടത് ചുവന്നുള്ളിയാണ് വേണ്ടത്. ഞാനൊരു ചെറിയൊരു സവാളയാണ് എടുത്തത്. ബാക്കി ചുവന്നുള്ളിയാണ് എടുത്തേക്കണം. ചുവന്നുള്ളി എനിക്ക് തോന്നുന്നു ഒരു 20 അല്ലിയോളം, 20 കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. 20 ചുവന്നുള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ നല്ല നൈസാക്കി തന്നെ അരിയണുണ്ട്. അതും അരിഞ്ഞ് നമുക്ക് മാറ്റി വെക്കണം. ഈ സവാള വേണ്ടാന്നുണ്ടെങ്കിൽ ചുവന്നുള്ളിയിൽ മാത്രം ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇത് നല്ലോണം ഇതൊക്കെ ഇല്ലേ നല്ലോണം തന്നെ മൊരിയണം കേട്ടോ. ഇത് കുറേ നാൾ ഇരിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയാണ്. ഈ ഗൾഫിലോട്ടൊക്കെ കൊടുത്തു വിടുമ്പോൾ എൻ്റെ ഡാഡിയൊക്കെ ഗൾഫിലായിരുന്നപ്പോഴേ ഇങ്ങനെയൊക്കെ കൊടുത്തു വിടുമായിരുന്നു. അപ്പം ആ ഒരു ഇതാണ് ഞാൻ കാണിച്ചു തരുന്നത്. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഞാൻ ഇതേപോലെ തന്നെ അരിയണുണ്ട് കേട്ടോ. കുഞ്ഞാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. ജസ്റ്റ് ചതച്ച് അരിയുമ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചതച്ചിട്ട് അരിയണത്. അതേപോലെ തന്നെ ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കും. നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞു കിട്ടും. വെളുത്തുള്ളിയും അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചതച്ചാൽ മതി. ഒരുപാട് അങ്ങനെ അരച്ചല്ല എടുക്കണത്. ജസ്റ്റ് ഒന്ന് ആ കല്ലുകൊണ്ടൊന്ന് ചതച്ചിട്ട് അരിഞ്ഞെടുക്കുക. അതും മാറ്റി വയ്ക്കും. ഇതൊക്കെ നല്ലോണം തന്നെ മൊരിയണം. പിന്നെ വേപ്പിലയും കൂടി വേണം. 2 തണ്ട് വേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. അയില വെന്ത് വന്നിട്ടുണ്ട്, ചൂടാണ്. ഞാനപ്പോൾ അതിൽ നിന്ന് ഇതിൻ്റെ മാംസം മാത്രം പിച്ചെടുക്കണേ. സൈഡിലത്തെ മുള്ളൊക്കെ ഓക്കെ, നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ മൊരിഞ്ഞു പോകും. പിന്നെ മൊരിയാത്ത വന്നത് ചില വലിയ മുള്ളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ വലിയ മുള്ളു, വയറിൻ്റെ അവിടെ വന്ന മുള്ളും പിന്നെ സെൻറ്ററിൽ കൂടെ പോണ വലിയ മുള്ളും തലയുടെ തുടങ്ങിയിട്ടുള്ള മുള്ള, അതൊക്കെ നല്ലോണം കളയുക. മുള്ളൊക്കെ കളഞ്ഞ് അതിൻ്റെ മാംസം മാത്രമായിട്ട് എടുക്കുക. ഈ സംഭവം പണ്ട് എൻ്റെ ഡാഡി ഗൾഫിലായിരുന്നപ്പോൾ അമ്മ കൊടുത്തു വിടുമായിരുന്നു. അത് നമ്മുടെ ഉണക്കമീൻ കൊണ്ടാണ് എപ്പോഴും അമ്മ കൊടുത്തു വിട്ടേച്ചത്. അപ്പം ഞാനതൊന്ന് പച്ചമീനിൽ ചെയ്യാൻ, ഈ അയിലയാണെങ്കിൽ സ്രാവ്, നങ്ക്, ഇതൊക്കെ അമ്മ സ്ഥിരം ഉണക്കണേണ് ചെയ്യണത്. ആ ഉണക്കിയത് വാങ്ങിയതല്ല, അമ്മ തന്നെ ഉണക്കിയിട്ട് ഡാഡിക്ക് കൊടുത്തു വിടുമായിരുന്നു. ഇങ്ങനെ ഉള്ളിയും ഇതൊക്കെ നല്ലോണം തന്നെ മൊരിയിച്ചിട്ട് ഇതിങ്ങനെ വിട്ട് കിട്ടുന്ന രീതിക്ക് ഫ്രൈ ആക്കി എടുത്തിട്ട് കുപ്പിയിലാക്കി ഡാഡിക്ക് ഗൾഫിലായിരുന്നപ്പോൾ കൊടുത്തു വിടുമായിരുന്നേ. അത് ഉണക്കമീനാണെങ്കിൽ ഇത് ഞാനൊരു പച്ചമീനിൽ കാണിക്കണേനെ. ഇത് വെളിച്ചെണ്ണ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ചേക്കണത്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഇട്ട് കൊടുത്തു. എന്നിട്ട് പച്ചമുളകും കൂടി ഇട്ടു. ആ പച്ചമുളക് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലോണം മൊരിഞ്ഞു വരുമ്പോൾ ആ എരിവ്
വെളിച്ചെണ്ണക്ക് ചെല്ലും. വെളിച്ചെണ്ണക്കും എല്ലാത്തിനും കൂടി എരിവ് ഇറങ്ങുമല്ലോ. അപ്പോൾ അത് നല്ലോണം തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ. നല്ല ഫ്രഷ് വേപ്പില വേണം കേട്ടോ ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. നല്ലോണം തന്നെ കൈയെടുക്കാതെ ഇളക്കി നല്ലോണം തന്നെ എല്ലായിടവും നല്ലോണം തന്നെ മൊരിഞ്ഞ് വരണം. ഞാൻ നല്ല വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് അത് ഇങ്ങനെ നല്ലോണം തന്നെ പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ്, വേപ്പിലയിൽ വെള്ളം കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതും കൂടി ഇട്ട് ഒന്ന് വഴന്ന് വന്നപ്പോൾ ആ ഉള്ളിയും സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും ഉള്ളിയും നല്ലോണം വഴന്ന് തന്നെ. ഇപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ അയില വേവിച്ചപ്പോൾ ഒരിച്ചിരി അയിലക്കുള്ള ഉപ്പ് ഏകദേശം അതിനകത്ത് ഉണ്ടാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പൊടിക്ക് ഉപ്പ് മുമ്പിൽ നിന്നോട്ടെ. ഇത് ഉണക്കമീൻ്റെ ഒരു സംഭവം പോലെയാണ്. ഉണക്കമീനല്ലെന്നുള്ളൂ, ഉണക്കമീൻ ഉപ്പിട്ട് അവർ നല്ലോണം ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഉണക്കണത്. അപ്പോൾ ഇത് ഉണക്കമീൻ്റെ പോലെ തന്നെ സംഭവം. ഇത് ഗൾഫിലോട്ടൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ സവാള വാടി വരുമ്പോൾ വാടാനും കൂടി ആയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പൊടിക്ക് ഉപ്പ് മുമ്പിൽ നിന്നോട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഏകദേശം നല്ല മുരിഞ്ഞു വന്നം, നല്ലോണം ലോ ഫ്ലെയിമിലിട്ട് കൈ എടുക്കാതെ ഇളക്കി എല്ലായിടവും നല്ലോണം തന്നെ മൊരിയണം. അപ്പോൾ നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ മുരിഞ്ഞു പോവും, ചിലയിടത്ത് മൊരിയാണ്ടാവും. അപ്പോൾ എല്ലായിടവും കറക്റ്റായിട്ട് മൊരിയാൻ വേണ്ടി തന്നെ കൈ എടുക്കാതെ ഇളക്കി നല്ലോണം തന്നെ മൊരിച്ചെടുക്കുക. നല്ലോണം മൊരിയണമെന്ന് പറയണത് ഇത് കുറച്ച് ദിവസം ഇരിക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറയണത്. ഏകദേശം എല്ലായിടവും നല്ലോണം തന്നെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടി ഒരു 1-1.5 സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം എരിവിന് വേണ്ടി. പിന്നെ ഒരു നുള്ളോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളല്ല, 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ വേവിച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലിയും സാദാ മുളക് പൊടിയുമാണ്. എരിവുള്ള മുളക് പൊടി 1 സ്പൂണും കാശ്മീരി ചില്ലി 1.5 സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല കളറിന് വേണ്ടി. ഇത് പേരിന് കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. 1/4 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം തന്നെ ഫ്രൈ ആക്കണുണ്ടേ. ആ ഉള്ളി ഇട്ടപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ അത് വഴറ്റിയെടുക്കാനായിട്ട്. നല്ലോണം വാടി വരാൻ വേണ്ടി, മൊരിഞ്ഞൊക്കെ കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിലിട്ട്. പിന്നെ ഇപ്പോൾ മസാല ഇട്ടിട്ട് ഞാൻ നല്ല ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് ആ ഒരു മീനിൻ്റെ നമ്മൾ ഇതാക്കി ഉടച്ച് വെച്ചിട്ടില്ലേ, പരമാവധി ഞാൻ ഉടച്ചിട്ടുണ്ട്. വേറെ ഉടച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അത് ഫ്രൈ ആവും തോറും അത് ഉടഞ്ഞു വന്നോളും. അപ്പോൾ ഞാനിപ്പോൾ 2 അയിലക്കുള്ള ഒരു കണക്കിനാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അയിലയിൽ മുട്ട ഉണ്ടായിരുന്നു, തരിമുട്ടയില്ലേ, ഞങ്ങളുടെ ഇവിടെ തരിമുട്ട എന്നാണ് പറയണത്. പിന്നെ മറ്റേ റബ്ബർ പോലെ ഇരിക്കണ മുട്ട റബ്ബർ മുട്ട എന്നൊക്കെയാണ് ഇവിടെ പറയണത്. പ്ലാസ്റ്റിക് മുട്ട, റബ്ബർ മുട്ട എന്നൊക്കെ പറയത്തുള്ളത്. അപ്പോൾ ആ കരിമുട്ട ഉണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഞാൻ എൻ്റെ ചെറിയ അടപ്പിലാണ് വെച്ചേക്കണേ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ഇങ്ങനെ നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുക്കുക. ഉടയാത്ത മാംസ കഷ്ണമില്ലേ, അതൊക്കെ നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുത്തിട്ട് അത് നല്ല ഫ്രൈ ആക്കണം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒഴിച്ച് കൊടുക്കാം. വേറൊന്നും കൊണ്ടല്ല, വെളിച്ചെണ്ണ ഒഴിച്ച് അത് ഫ്രൈ ആക്കി അടർന്ന് കിടക്കണം. ഈ ഉണക്കമീൻ ഫ്രൈ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കടകളിൽ കിട്ടത്തില്ലേ, നല്ല തരിതരിയായിട്ട് കിടക്കണ രീതിക്ക് ഞാൻ വീഡിയോൻ്റെ ആദ്യം കാണിച്ച പോലെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. ഇപ്പോൾ ഉണക്കമീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. ഗൾഫിലോട്ടൊക്കെ പോകാനുള്ള ആൾക്കാർക്ക് ഉണക്കമീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയ സംഭവം. പിന്നെ ഇത് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഡാഡിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ തീർന്നു പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നെന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ ഇത് കൊടുത്തു വിടൂലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ തീരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് അങ്ങനെ കിട്ടുമ്പോൾ എല്ലാത്തിനും കൂടി 1 ദിവസം 2 ദിവസം കൂടി വന്നാൽ ഒരാഴ്ചക്കുള്ളിൽ സംഭവം തീരും. അപ്പം ഇത് അധികം ദിവസമൊന്നും ഇരിക്കാൻ ഉള്ള താമസം അവർ കൊടുക്കത്തില്ല ഗൾഫുകാർക്ക്. അവിടെ ആടിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കേട്ടോ. സംഭവം ഇതേപോലെ ആയി കിട്ടണം. നല്ല ഫ്രൈ ആയിട്ട് നല്ലോണം വിട്ട് കിടക്കും. വിട്ട് ഇങ്ങനെ കിടക്കണ രീതിക്ക് വന്നം. അത്രയും നല്ലോണം തന്നെ അതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇത് എൻ്റെ അമ്മ പണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ്. എൻ്റെ അപ്പച്ചനെ ഡാഡിക്ക് വേണ്ടി കൊടുത്തു വിട്ടിട്ടുള്ളത്. അത് ഉണക്കമീനിൽ. ഇത് ഞാനൊന്ന് പച്ച ഉണക്കമീൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ പച്ച അയില കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. ഇത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ.